ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ കാലത്തിന് മുൻപേ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും ഈ മാറി വരുന്ന സാങ്കേതിക വിദ്യ, AI പോലുള്ള സാങ്കേതിക വിദ്യകൾ ആർട്ടിസ്റ്റുകളെ മൊത്തത്തിൽ വല്ലാതെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുണ്ട്. പക്ഷേ റാസി എന്നുള്ളൊരു ആർട്ടിസ്റ്റിനെ കുറിച്ച് എനിക്ക് ഏറ്റവും വലിയൊരു മതിപ്പ് വരുന്നത് എത്രമാത്രം സാങ്കേതികത വർദ്ധിക്കുന്നുവോ അത്രയും അതിനെ ആസ്വദിക്കുന്ന, തൻ്റെ ക്രിയേറ്റിവിറ്റി കൂടുതൽ പരിപോഷിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ കാണുന്നത് എന്നുള്ളതാണ്. കാരണം മനസ്സിലുള്ള എക്സാക്റ്റ് ഫിഗറിനെ അല്ലെങ്കിൽ ആ കൃത്യമായിട്ടുള്ള ബിംബത്തിനെ എത്രമാത്രം സാങ്കേതികവിദ്യ കൂടുതൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞാലാണോ നമുക്ക് പരിപൂർണമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നത്, അതിൽ വളരെ ആസ്വദിക്കുന്ന ഒരാളാണ്. അത് തൻ്റെ കലയെ, തൻ്റെ മനസ്സിലുള്ള ബിംബങ്ങളെ അതിലേക്ക് ലയിപ്പിക്കാനല്ല അദ്ദേഹം കാത്തിരിക്കുന്നത്. മനസ്സിലുള്ള ഇത്രയും വലിയൊരു ക്യാൻവാസിനെ അത് കൃത്യമായിട്ട് പ്രതിബിംബിപ്പിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി ആണ് അദ്ദേഹത്തിന് എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളുടെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കാണുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. മറ്റുള്ള ആൾക്കാർ പലപ്പോഴും തന്നിലുള്ള ചെറിയൊരു ഫ്രെയിമിനെ ടെക്നോളജി ഉപയോഗിച്ച് വലിയൊരു ഫ്രെയിമിലേക്ക് കമ്പോസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് വരാറ്. പക്ഷേ റാസി എന്നുള്ളൊരു വ്യക്തിയെക്കുറിച്ച് അങ്ങനെയല്ല. മനസ്സിലുള്ള വലിയ ഫ്രെയിമും വലിയ ബിംബങ്ങളും ഇത്തരം ടെക്നോളജിക്ക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും തലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ എത്രമാത്രം ടെക്നോളജി അഡ്വാൻസ്ഡ് ആയാലും അദ്ദേഹം അതിനെ വളരെ അനായാസമായിട്ട് ഒട്ടും ഭയമില്ലാതെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അദ്ദേഹത്തിൻ്റെ ഭാവി വർക്കുകൾക്കും ഒരുപാട് ആശംസകളാണ്. ആശംസകൾ അർപ്പിക്കുന്നതോടുകൂടി ഇത്തരം വർക്കുകൾ കാത്തിരിക്കുകയും ചെയ്യണം.